അങ്കമാലി അത്താണിയിലെ ബെപ്കോ ഔട്ട്ലെറ്റിലെ ജീവനക്കാരുടെ കൈക്കൂലി വാങ്ങലിന്റെ കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന്. ജീവനക്കാർ മദ്യക്കമ്പനി ഏജന്റുമാരിൽ നിന്നും എല്ലാ മാസവും 3 തവണയിൽ അധികം കൈക്കൂലി വാങ്ങാറുണ്ടെന്നും 1 മാസം 8 ലക്ഷം രൂപ വരെ കിട്ടാറുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി വരും. തങ്ങളുടെ ബ്രാൻഡുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് മദ്യക്കമ്പനികളുടെ ഏജന്റുമാർ ബെപ്കോ ഔട്ട്ലെറ്റിലെ ജീവനക്കാർക്ക് കൈക്കൂലി നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിജിലൻസ് റെയ്ഡ് നടത്തിയത്. അങ്കമാലി അത്താണിയിലെ ബെപ്കോ ഔട്ട്ലെറ്റിലായിരുന്നു വിജിലൻസിന്റെ പരിശോധന. അങ്ങനെ 80,000-ഓളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ജീവനക്കാരുടെ കൈക്കൂലി വാങ്ങലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിജിലൻസിന് ലഭ്യമായിട്ടുള്ളത്. 1 മാസം ഈ മദ്യക്കമ്പനികളുടെ ഏജന്റുമാരിൽ നിന്ന് 3 തവണയിലധികം കൈക്കൂലി ഈ ജീവനക്കാർ വാങ്ങുന്നുണ്ട് എന്നതാണ് വിജിലൻസിന് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ചില മാസം 8 ലക്ഷം രൂപ വരെ ഈ കൈക്കൂലി തുക ഉണ്ടായിട്ടുണ്ട് എന്നതും അവർക്ക് ലഭ്യമാവുകയാണ്. ഗൂഗിൾ പേ അടക്കം ഇടപാടുണ്ടായിരുന്നു എന്ന നിഗമനവും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഇവരുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ വിജിലൻസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വെച്ച് വിപുലമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം 2.5 ലക്ഷം രൂപ കൈക്കൂലി പണം അവിടെ എത്തിയിട്ടുണ്ട് എന്നതായിരുന്നു വിജിലൻസിന് ലഭിച്ച വിവരം. 80,000-ഓളം രൂപയാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ബാക്കി തുക അത് മാറ്റിയിട്ടുണ്ട് എന്ന നിഗമനവും വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. 11 ജീവനക്കാരുള്ളതിൽ 9ഓളം ജീവനക്കാർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നതാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തലായി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം ഒട്ടനവധി ക്രമക്കേടുകളും ഈ അത്താണിയിലെ ഔട്ട്ലെറ്റിൽ കണ്ടെത്തിയിരുന്നു. അതായത് ചില ജീവനക്കാരിൽ നിന്ന് വിദേശ മദ്യം പിടികൂടിയിരുന്നു, ചില ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, കൂടാതെ കണക്കിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു. അങ്ങനെ വിപുലമായിട്ടുള്ളൊരു ക്രമക്കേട് ഇതിന്റെ ഭാഗമായി അവിടെ നടക്കുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് വിജിലൻസ് സംഘം. കഴിഞ്ഞ കുറേ നാളുകളായി അത്താണി ഔട്ട്ലെറ്റിലെ ജീവനക്കാരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ജീവനക്കാരെന്ന് പറയുന്നത് അവർക്ക് ബോണസ് ഇനത്തിലടക്കം നിയമപ്രകാരം ഒട്ടനവധി ആകർഷകമായിട്ടുള്ള തുക അവരുടെ കയ്യിലേക്ക് വരുന്നതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പണസമ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതടക്കമുള്ള കോഴ വാങ്ങുന്നതടക്കമുള്ള നടപടികളിലേക്ക് അവർ പോകുന്നത്. അത് ലജ്ജാകരമാണ്. എന്തായാലും ശക്തമായ നടപടികൾ ഇതിൽ ആവശ്യവുമാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.